ഹലോ ഗെയ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സീബ്ര ഫിഷിൻ്റെ ബ്രീഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ട ഇതുപോലെ ഒരു ബേസിനാണ്. ഞാനത് കുറച്ച് നേരത്തേക്ക് വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു കൊട്ടയാണ്. അവിടെ പരക്കൊട്ടയില്ലേ, അതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ നമുക്ക് കഴുകിയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിനകത്ത് ബേസിനകത്ത് കുറച്ച് വെള്ളം പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സോപ്പൊന്നും അല്ല ഇടുന്നത്. ഇത് കണ്ടോ, നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റാണ്. അപ്പോൾ ഇതിട്ടാണ് നമ്മൾ കഴുകുന്നത്. ജസ്റ്റ് ഇന്നിട്ട് കൊടുത്തതിന് അതിനകത്ത് നിറച്ച് കളറാവും. കളർ ഇളക്കിക്കോളും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ സ്ഥലത്തോട്ടും പൊട്ടാസ്യം വെള്ളമൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് കഴുകിയിട്ടുള്ളത് കാണാം. അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ബേസിൻ നമ്മളിപ്പോൾ കഴുകിയിട്ട് അത് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബ്രീഡിങ് കേജ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ബ്രീഡിങ് കേജ് നമ്മളെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇതുപോലെ പഴക്കൊട്ടയാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് നല്ലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് മുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അതിലുള്ള മുട്ടയെല്ലാം ഒന്നെങ്കിൽ ഈ ഫിഷ് തന്നെ കൊത്തി തിന്നും, അല്ലെങ്കിൽ അതെല്ലാം വല്ലാതെ അങ്ങ് പോവും. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്തെങ്കിലും അടിയിൽ എന്തെങ്കിലും കല്ലോ വല്ലതും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്ന കണ്ട് ഇതുപോലൊരു ഓടിൻ്റെ കഷ്ണമാണ്. ഇത് നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ബ്രീഡിങ് വെച്ച് ജസ്റ്റ് ഒന്ന് പൊക്കാം. ബ്രീഡിങ് ഇതെല്ലാം പരക്കൊട്ട ഇട്ടോട്ട് വെച്ചേക്കാം. ഇത് നടുക്കോട്ടും ഇങ്ങനെ വെച്ചേക്കാം. നമുക്ക് നേരെ നമ്മുടെ ഇതെടുത്തിട്ട് തരോട്ടം വെച്ചേക്കാം. ഇപ്പം അത്യാവശ്യം അടി മുട്ടാതിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തിലോട്ട് ഫിഷസിനെ ഇടാം. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നതാണ്ട് ഇതിനകത്തിലുള്ള നമ്മുടെ സീബ്രാസിനെയാണ്. അപ്പോൾ അതൊരു മെയിലേ ഉള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ചില്ലി മൊസൈക്ക് അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിഷസിനെ പിടിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് പണിയാണ്. അപ്പോൾ നമുക്ക് മീനിനെ പിടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഫിഷിനെ പിടിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ സീബ്രയുടെ ഫീമെയിലാണ്. ഇത് വെയിൽറ്റെയിലാണ്. അപ്പോൾ ഇറങ്ങിപ്പോട്ടെ. അപ്പോൾ പിന്നെ ഈ ടാങ്കിലോട്ടൊന്ന് സെറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിലിനെ ഇടാം. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്ന മെയിലിനെയാണ്. അപ്പോൾ മെയിലിനെ പിടിക്കുന്നത് വലയൊന്നുമില്ല, അതും നമുക്ക് പിടിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയില്. അപ്പോൾ മെയിലിനെ നമുക്ക് ഇറക്കിയിട്ടത്. അപ്പോൾ ഇവരിപ്പോൾ എഗ്ഗ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ സൂം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റും. ഇതോ ഇത്, അല്ലെങ്കിൽ നമുക്ക് ഇവന്മാർ എഗ്ഗ് ഇട്ട് കഴിഞ്ഞിട്ട് കാണിച്ച്. എനിക്ക് നന്നായിട്ട് എഗ്ഗ് കാണുന്നുണ്ട്. ഇവന്മാരുടെ ബ്രീഡിങ് ഒന്ന് കഴിയട്ടെ, അപ്പോഴത്തേന് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ സീബ്ര എന്തെങ്കിലും ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഈ എഗ്ഗൊക്കെ ഒന്ന് കാണാം. എഗ്ഗ് ഇങ്ങനെയെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ ഇതെന്തായാലും ഇവന്മാർ ബ്രീഡായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് നടക്കത്തുള്ളല്ലോ, അത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ബ്രീഡായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗേസ്, അപ്പോൾ നമ്മുടെ സീബ്ര ഇപ്പോൾ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എഗ്ഗ് അതിനകത്ത് കൂടെ കാണുന്നില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ സൂം ചെയ്ത് നോക്കി, പക്ഷേ കാണുന്നില്ല.
പക്ഷെ എഗ്ഗ് ഇടുന്നുണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് എഗ്ഗ് ഒന്ന് കാണാം. അപ്പോൾ ഗേസ്, അപ്പോൾ നമ്മുടെ ഫിഷെല്ലാം എഗ്ഗെല്ലാം ഇട്ട് നമ്മൾ കൊട്ടയെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്ക് എഗ്ഗ് ഒന്ന് കാണാം, നോക്കാം. അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും എഗ്ഗ് ഇരിക്കുന്നത്. ഫിഷ് നല്ല കൗണ്ടുണ്ട്. ഇവിടെ നേരിലടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റും. ഈ സൈഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു നന്നായിട്ട് വെള്ള കളറിൽ കാണുന്നൊന്നും വീഴത്തില്ല. ബാക്കിയെല്ലാം ഒരു ഗ്രീനിഷ് ആ ഒരു കളറിലൊക്കെ കാണുന്ന മാത്രമേ വീഴത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കിനി ഉള്ളത് ഇവന്മാർക്ക് നന്നായിട്ട് ഇനിയും ഫീഡ് കൊടുത്ത് ഒന്നുകൂടെ ബ്രീഡിങ്ങിന് തയ്യാറാക്കണം. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ എഗ്ഗെല്ലാം അത്യാവശ്യം ഉണ്ട്, ക്വാണ്ടിറ്റി തന്നെ ഉണ്ട്, ഏകദേശം ഉണ്ട് ഗീസ്. ഇത് വേറൊരു നമ്മൾ ഇന്നലെ കാണിച്ച ടാങ്കാണ്. ഇതിനകത്ത് കിടക്കുന്ന നമ്മുടെ സീബ്രയുടെ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം നമ്മുടെ ഗപ്പിക്കുഞ്ഞിൻ്റെ സൈസ് കറക്റ്റ് സൈസായിട്ടുണ്ട്. ഇത് ഏകദേശം ഒരാഴ്ച അടുപ്പിച്ചായി. അപ്പം ഗപ്പിക്കുഞ്ഞിൻ്റെ ആ ഒരു സൈസ് എത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുന്നൊന്നും എനിക്കറിയത്തില്ല. ഏകദേശമൊക്കെ ക്ലിയറാണ്. അപ്പോൾ പിന്നെ നമുക്ക് കുളമാണ്. കുളം ഇന്ന് വറ്റിക്കുന്ന വീഡിയോ ഇന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്തതായി. അപ്പോൾ നമുക്ക് സീബ്രയുടെ നോക്കാം. അപ്പോൾ സീബ്ര ഫിഷിൻ്റെ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അത് എഗ്ഗ് ഹാച്ച് ചെയ്യുന്ന അപ്ഡേഷൻ എല്ലാം ഈ നമ്മുടെ ചാനലിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ പരമാവധി എല്ലാവരും കാണാൻ ശ്രമിക്കുക.